അല്ല, അദ്ദേഹത്തിൻ്റെ ആരോപണം എന്താണ് എന്നുള്ളത് വിശദമായിട്ട് ഞങ്ങൾ പരിശോധിച്ചിട്ടില്ല. പക്ഷേ അത് സംബന്ധിച്ച് കണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് തെറ്റാണ്. കണ്ട കാര്യങ്ങൾ വെച്ച് നമുക്ക് അഭിപ്രായം പറയാം. കണ്ട കാര്യങ്ങൾ വെച്ച് ഒരു പൊതു കോസിന് വേണ്ടി പ്രക്ഷോഭം നടത്തുന്ന ഒരാളോട് എടുക്കേണ്ട സമീപനമല്ല ഈ കാര്യത്തിൽ ഉണ്ടായത്. വലിയ പോലീസ് എറണാകുളത്തോടുകൂടിയുള്ള PV അൻവറിന്റെ അറസ്റ്റ് അല്ല, അത്ര ഒരു പോലീസ് സന്നാഹത്തോടു കൂടിയൊക്കെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻവർ ഉയർത്തിയ പ്രശ്നം ഇപ്പോൾ മലയോര മേഖലയിൽ നിന്നുള്ള നേതാക്കന്മാരാണ് എൻ്റെ കൂടെ ഉള്ളത്. മയും കാസിമൊക്കെ ഞങ്ങളിപ്പോൾ ആ നിയമത്തിൻ്റെ പല വശങ്ങളും ചർച്ച ചെയ്യുകയായിരുന്നു. ഇത്രയേറെ മലയോര മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നിയമം ഗവൺമെൻറ് ഏതടിസ്ഥാനത്തിൽ ആണ് കൊണ്ടുവരുന്നതും നടപ്പാക്കാൻ ആലോചിക്കുന്നതും എന്നറിയില്ല. മലയോര മേഖലയിലെ ജനങ്ങളുടെ ജീവിതം തന്നെ ദുസ്സഹമാവും. വന അവകാശമുള്ള അവിടെ ആദ്യം മുതൽ താമസിക്കുന്ന ആദിവാസികൾ ഉൾപ്പെടെ വനമേഖലയിൽ താമസിക്കുന്ന കുടിയേറ്റ കർഷകർ, അതുപോലെയുള്ള ജനവിഭാഗങ്ങൾ മുഴുവൻ വനാതിർത്തിയിൽ താമസിക്കുന്നവർ, അത് UDF ചർച്ച ചെയ്യും. ഇതിനു മുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അൻവറിനെ ഇന്നലെ ഒരു പൊതുവിഷയത്തിൽ കൈകാര്യം ചെയ്ത രീതി ശരിയല്ല. അപ്പം ഞാൻ എൻ്റെ ഭാഷയിൽ പറയുന്നു. പിന്നെ മറ്റുള്ള കൊട്ടേഷൻസ് എന്നോട് പറഞ്ഞാൽ അത് അതേപടി ഏറ്റു പറയാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നടപടി ശരിയായില്ല. ആ നടപടി ശരിയായില്ല എന്ന് മാത്രമല്ല, സിമിലർ കാര്യങ്ങളിലൊക്കെ പിന്നെ ജനകീയ വിഷയം ഒരു ജനപ്രതിനിധി ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ അയാളെ ഒരു ക്രിമിനൽ പുള്ളിയെ പോലെ കൈകാര്യം ചെയ്ത് ശരിയായില്ല. നോട്ടീസ് കൊടുത്താൽ വരും. അതാണ് ഇതുപോലുള്ള ഒരു വിഷയത്തിൽ വരാൻ പറഞ്ഞാൽ വരും. നോട്ടീസ് പറഞ്ഞെങ്കിൽ കൊടുക്കണമെന്നില്ല, വരാൻ പറഞ്ഞാൽ വരും. ഈ CPM-മായി മേഖലയിൽ ജീവിക്കുന്ന കുടിയേറ്റക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നത്തിൽ ഗവൺമെൻറ്റിന് ചെറുവിരൽ അനക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 1.8 ആന വന്ന് ആളുകളെ ചവിട്ടി കൊല്ലുന്നു. ഗവൺമെൻറ് അതിൻ്റെ നിസ്സംഗത തുടരുന്നു. ഇതാണ് കേരളത്തിൽ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് ദിവസമാണ് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഈ ആനിമൽ അക്രമം ഇല്ലാത്തത്? ഒരൊറ്റ ദിവസം കടന്നു പോകുന്നില്ല എന്നുള്ള സ്ഥിതിയാണ്. ഇങ്ങനെ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അതിനെ സംബന്ധിച്ച് പല നിർദ്ദേശങ്ങളും വന്നിട്ടും അൻവർ ഉയർത്തിയത് ആ വിഷയം ഉയർത്തി ഒരു ജനപ്രതിനിധി പ്രക്ഷോഭം നടത്തി. ആ പ്രക്ഷോഭത്തിൽ ഏതാനും പേര് പിന്നെ പൊതുമുതൽ നശിപ്പിച്ചു എന്ന കേസ്, കേരളത്തിൽ ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാവുമ്പോൾ സാധാരണ എടുക്കുന്നൊരു സമീപനം എന്ത് കോസ്റ്റ് വേണ്ടിയാണ് പ്രക്ഷോഭം നടന്നത് എന്നുകൂടി നോക്കി എടുക്കുന്ന ഒരു സമീപനമുണ്ട്. ഇവിടെ ആ സമീപനമൊന്നും അല്ല ഉണ്ടായത്. ഇവിടെ എന്തോ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്നുള്ളവർക്ക് മാത്രം കണ്ട് വീട് വളഞ്ഞ് അർദ്ധരാത്രി അറസ്റ്റ് നാടകം നടത്തുകയൊക്കെയാണ് ചെയ്തത്. അത് തെറ്റാണ്. ഗൂഢാലോചനയുണ്ട്. Trendy and customized collection, best in budget. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി.